ഹലോ, അപ്പം ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പഴനി പോയി ഡയറക്റ്റ് മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ മറയൂർ വഴിയാണ് കേട്ടോ പോയത്. മറയൂർ അറിയില്ലേ, ചന്ദനമര ഫോറസ്റ്റ്, സാൻഡൽവുഡ് ഫോറസ്റ്റ് മറയൂർ, അത് പോയി നമ്മളിങ്ങനെ മൂന്നാറിലേക്ക് എത്തി. മൂന്നാർ നമ്മൾ ഒരു റൂം നോക്കിയിട്ടായിരുന്നു കേട്ടോ പോയി. നമ്മൾ ഇന്നധികം സ്ഥലമൊന്നും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ നമ്മൾ കുറേ തേയിലത്തോട്ടം കണ്ടു. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടം കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചെറിയൊരു റെയിനി സീസൺ സ്റ്റാർട്ട് ആയത് കാരണം നല്ല കുറേ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നിർത്തി, എന്ത് രസമായിരുന്നു. നല്ല ക്ലൈമറ്റ്, നല്ല കോടയും, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു റൂം എടുത്തു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് ഫ്രണ്ടിലുള്ള വ്യൂ കേട്ടോ. ഇത് നമ്മുടെ ഹാള്. സൈഡിൽ അച്ഛനാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു റൂമാണ്. നമ്മൾ 4 പേര് ഒരു റൂം തന്നെ എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ബെഡ് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റൂം. പിന്നെ ഇത് പുറത്തേക്കുള്ള വ്യൂ. ഒരു ബാൽക്കണി പോലെ നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല കോട ഇങ്ങനെ താഴെ നിന്ന് കയറി വരുന്ന നല്ല രസമുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ അവിടുത്തെ റൂമൊക്കെ ഉള്ളത്. റൂമിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വേറെ നമ്മൾ ഇന്ന് എവിടെയും പോയി, നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഭക്ഷണം പുറത്ത് വാങ്ങാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നല്ല പരിപാടിയൊക്കെയായിരുന്നു. പ്രദക്ഷിണത്തിന് പോകുമായിരുന്നു. നമ്മൾ അതിൽ പങ്കെടുത്തു. പള്ളീൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. അവിടുത്തെ മെയിൻ പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ രാവിലെ എണീച്ചു. അതിനുശേഷമാണ് അന്നാണ് ഞങ്ങൾ വട്ടവട പോയത് കേട്ടോ. വട്ടവട പോകുന്ന റൂട്ടിൽ നമ്മളിങ്ങനെ കണ്ടു കേട്ടോ. ഒരു തേയിലാണ് കേട്ടോ വണ്ടി കൊണ്ടുവന്നത്. ഒരു എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ ബാക്കിൽ രണ്ടുപേരും ഇങ്ങനെ നിന്ന് പോകുന്നത് എനിക്ക് ആദ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ വട്ടവട പോകുമ്പോൾ അവിടെ ഒരു ഹണി ബീ മ്യൂസിയം ഉണ്ടല്ലോ, അവിടെയും പോയി. അവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ രാവിലെ ഞങ്ങളിങ്ങനെ വിളിക്കാൻ വരും കേട്ടോ. ഫ്രീ വിസിറ്റാണ് സ്ട്രോബെറീൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ടുള്ളത്. സ്ട്രോബെറി കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളവിടെ പോകും. ഫ്രീ ആണ് എൻട്രി. പക്ഷേ അവിടുത്തെ അവരുടെ വരുമാനം എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ അവരുണ്ടാക്കുന്ന ജാമും വൈനും ഒക്കെ വാങ്ങുമ്പോഴാണ് അവർക്കൊരു കച്ചവടമുള്ളത്. നമ്മളൊരു ജാമ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയാണ് ഇപ്പോൾ കാണുന്ന. ഈ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ആ ചേച്ചിയുടെ ഫാമിലാണ് കൊണ്ടുപോയത്. നമുക്ക് ആ ഫാമിൽ കയറി ഇഷ്ടമുള്ള സ്ട്രോബെറി ഒക്കെ പഠിക്കാം കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാൻ വേണ്ടി. ഒരു ദിവസം കൊണ്ട് കണ്ടുതീർക്കേണ്ട സ്ഥലം മാത്രമായിരുന്നില്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം മാത്രമായത് കാരണം ഞങ്ങൾ അവിടുത്തെ സ്ഥലം ഫുള്ള് കണ്ടു തീർന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വരാൻ തോന്നിയതേ ഉണ്ടായില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ഞങ്ങൾ 6 മണിക്ക് മുന്നേ റിട്ടേൺ വരണം. ഇല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ നേരത്തെ റിട്ടേൺ ചെയ്തു.